dreams have no age. രാവിലെ വീടുകളിൽ ഒട്ടനവധി ഷോർട്ട് ഫിലിമുകളിലൂടെ നമുക്ക് സുപരിചിതനായി മാറി. അതുപോലെ തന്നെ മലയാള നമുക്ക് എല്ലാവർക്കും മോസ്റ്റ്ലി ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസാണ്. മലയാള സിനിമയിലേക്ക് ഗായകനെ ചെയ്തുകൊണ്ടുവന്ന് മലയാളി മനസ്സുകളിൽ നെഞ്ചിലേക്ക് പുതിയ സിനിമയിലൂടെ അവരുടെ അനുരാഗം, കളർപ്പടം, തുമ്പാനസ്, ആദ്യമായി തുടങ്ങി ഒട്ടനവധി സിനിമയിലൂടെ നമുക്ക് സുപരിചിതനായി മാറിയ അശ്വിനി ജോസ്. And also a much honor to invite Mr. Nikhil and Nas, who is an actor, Kanki, Kuyallo, Kuyallo, Karika, അതുപോലെ ഒട്ടനവധി മൂവീസുകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ മുഖമാണ് Mr. Nikhil and Nas. അതുപോലെ പുള്ളിയുടെ ആർജി കൂടെയാണ്. നമുക്ക് ഈ ഗ്രാൻഡ് സെക്ഷനിൽ ഒരു ആർജി കൂടെ ചെയ്യിക്കാൻ കാരണം. താങ്ക് യു സോ മച്ച്. Now we have Kuyallo, Saras, Wolf, Operation Java തുടങ്ങിയ ഒട്ടനവധി സിനിമകളിലൂടെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വേഷങ്ങൾ നമുക്ക് സമ്മാനിച്ച മിസ്റ്റർ അർജുൻ ഗോപാൽ. വെൽക്കം സർ. വെൽക്കം സർ. ഒരു പാട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. And we also have a very familiar Subhana S. ട്രെയിലറിലുള്ള മൂവിയിലൂടെ എസ്എന്റെ പ്രൊപ്പോസൽ ചെയ്ത ഒരു സുന്ദരി ആക്ട്രസ് അവരെല്ലാവരും മനസ്സ് കീഴടക്കിയ സുന്ദരിയായ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആക്ടേഴ്സിനോടും ഡയറക്ടേഴ്സിനോടുകൂടെ ഉണ്ട്, അവരോട് ചോദിക്കാവുന്നതാണ്. സോ ഐ ഹോപ്പ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മെജോറിറ്റി ആളുകളും ഒരു റൊണാൾഡോ ചിത്രമെന്ന സിനിമയുടെ ടീസർ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലേ? ഞാനിങ്ങനെ കർമ്മയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. കർമ്മയുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ല. അപ്പോ കർമ്മയിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഇതാണ് പോയിന്റ്. അങ്ങനെ ഒരു വചനം നമ്മൾ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. ഞാനും അതെ. ഒരു മുമ്പൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുമ്പോൾ അതൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് കുറച്ചും കൂടി ബോധ്യമൊക്കെ വന്നപ്പോൾ ബൈബിളൊക്കെ കുറച്ചും കൂടി സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായി അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമയിൽ ആ ഒരു ഡയലോഗ് ആഡ് ചെയ്തത്. അത് തുടക്കം വെച്ചിട്ടാണ് നമ്മുടെ ടീച്ചർ വെച്ചിരിക്കുന്നത്. So, ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? You can raise your hands. ചേട്ടാ, പടത്തിലെ റൊണാൾഡോന്റെ പേരുണ്ട്. സാക്ഷാൽ CR7 ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യാതൊരു ബന്ധവുമില്ല. അത് നമ്മുടെ ക്യാരക്ടറിന്റെ പേരാണ് റൊണാൾഡോ എന്നുള്ളത്. പക്ഷെ ഈ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ഒരു 7 കണ്ടന്റാണ് ഈ സിനിമയുടെ ഒരു ബേസിക്. അപ്പൊ 7 എന്ന് പറയുന്ന നമ്പറിനെ എത്രമേൽ മനോഹരമാക്കിയ ആള് അല്ലെ റൊണാൾഡോ അല്ലേ. അപ്പോ അദ്ദേഹത്തിനോടുള്ള ട്രിബ്യൂട്ടാണ്. ആക്ച്വലി അദ്ദേഹത്തിനുള്ള ട്രിബ്യൂട്ടാണ് റൊണാൾഡോ എന്നുള്ള പേര്. അല്ലാതെ ഇപ്പൊ 7 ചിത്രം എന്നല്ലല്ലോ, ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറഞ്ഞ പേരിടാനുള്ള ഒരു റീസൺ അതാണ്. ഒരു റൊണാൾഡോ ചിത്രം. അപ്പോ ഈ ഒരു മൂവിയില് ആക്ട് ചെയ്ത ആക്ടേഴ്സിനൊക്കെ എത്രത്തോളം ഈ ഒരു സിറ്റുവേഷൻ റിയൽ ലൈഫായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അതായത് നിങ്ങൾ കടന്നു വന്ന സ്ട്രഗിൾസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവിടെ ഈ ടാലന്റ് പരിപാടി ഇന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എത്ര പേരുടെ പരിപാടി പങ്കെടുത്തിട്ടുള്ളത്. എല്ലാവരോടും ഒരു കാര്യം പറയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന അവസരം മാക്സിമം യൂസ് ചെയ്യുക. എല്ലാവരും പരിപാടി പങ്കെടുക്കുക. റിനോച്ചേട്ടൻ നേരത്തെ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഒരു കഴിവാണ് കിട്ടിയത്. എല്ലാവർക്കും ഒരു കഴിവാണ്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് നമ്മളെ കൂടുതൽ ചിസിൽ ചെയ്ത് പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഓരോന്ന് ചെയ്ത് നമുക്ക് നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കാൻ പറ്റും. അതെനിക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്നുകൊണ്ട് നിങ്ങളോട് പറയാൻ തോന്നി. അപ്പൊ എല്ലാവരും പങ്കെടുക്കുക, എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനി ചോദ്യം എന്താന്ന് വെച്ചാൽ ഉറപ്പായിട്ടും എന്റെ അടുത്ത് ഈ കഥ നിങ്ങളോട് പറഞ്ഞു. ഞാൻ കഥയായിട്ട് പറയുന്നില്ല, ഈ സ്ക്രിപ്റ്റ് വളർത്താനാണ്.
ബുക്ക്ലെറ്റിന് ഇത്രയും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ വായിക്കാൻ കഴിയുന്നതാണ് സിനിമകളിൽ. അതിനാണ് വേറെ ബുക്കുള്ളത്. അപ്പൊ ഞാനത് ഇങ്ങനെ വായിച്ചു നോക്കി. ആ പടം സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് വരെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയ ഒരുപാട് സീക്വൻസ് ആണ് എനിക്ക് വന്നത്. സിനിമയുടെ പുറകെ നടക്കുന്നത് മാത്രമല്ല, പാഷനിൽ അത് ഈ പറയുന്നത് നമുക്കൊക്കെ പെട്ടെന്ന് കണക്ട് ആവുന്ന മറ്റേ ഏതോ യൂണിവേഴ്സിൽ നടക്കുന്ന പ്രണയവും കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, നിങ്ങളോടൊക്കെ ധൈര്യങ്ങളാണെങ്കിൽ നിങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തുകൊണ്ടല്ല, ഒരിക്കലും നിങ്ങളെ ചതിക്കുന്ന ഒരു സിനിമയില്ല. ഇതൊരു അടിപൊളി മൂവി ആയിരിക്കും നമുക്ക് ഉറപ്പായിരിക്കുകയാണ്. ആൻഡ് മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് യൂഷ്വലി സിനിമ എന്നുള്ള ഒരു അപ്പൊ അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. അപ്പൊ റൊണാൾഡോയുടെ ക്യാരക്ടർ കഥ പറയുമ്പോൾ ഇന്ദ്രൻ ചേട്ടന്റെ ക്യാരക്ടറിന് അതിനകത്തൊരു റോള് വേണം. അപ്പം റൊണാൾഡോ എന്ന് പറയുന്ന ഫിലിം മേക്കറിന് അത്ര താല്പര്യമില്ല ഇന്ദ്രൻ ചേട്ടനെ അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇന്ദ്രൻ ചേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ സിനിമയിൽ ഒരു ബിസിനസ്മാന്റെ ഒരു പ്രൊഡ്യൂസറിന്റെ ഒക്കെ റോൾ ഉണ്ടെന്ന് വിചാരിക്കുക. വിചാരിച്ചു, നിങ്ങൾ എന്നെ കാസ്റ്റ് ചെയ്യും. അപ്പോ റൊണാൾഡോ പറയുന്നത് ഇല്ല സാർ, പക്ഷേ റിയൽ ലൈഫിൽ ഞാൻ ഇതൊക്കെയാണ് റൊണാൾഡോ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്നിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യമാണ്, സിനിമാക്കാര് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന പല രൂപസങ്കല്പങ്ങളെയും നമ്മളത് തച്ചടച്ചേക്കണം എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഈ സിനിമയിൽ തന്നെ ഉണ്ട്. ഈ സിനിമയിൽ അങ്ങനെ ഒരു കാര്യം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മള് ഇങ്ങനെ ആയിരിക്കണം ഇതിന്റെ ഹീറോ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഒരു നായിക. ഒരു നായകൻ എന്ന് പറഞ്ഞാൽ സർവ്വഗുണ സമ്പന്നനായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം അയാളുടെ ക്യാരക്ടർ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നന്നായി പ്രയൊഗ് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഈ മൂവി സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ഏത് എലമെന്റിലാണ് ഈ മൂവി അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ ആണെന്നുള്ള സ്ട്രൈക്ക് ചെയ്തത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ്? ഞാനും ഒരു ചെറിയ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. എന്റെ അനുരാഗം എന്ന് പറഞ്ഞ സിനിമ ഞാൻ തന്നെ എഴുതിയാണ്. അപ്പൊ ഞാൻ പോലും എന്റെ സ്ക്രിപ്റ്റ് ഇങ്ങനെ കൊടുക്കില്ല, വായിച്ചു എന്ന് പറയില്ല. ഞാൻ പറയും എനിക്ക് നറേറ്റ് ചെയ്യണമെന്ന്, നമ്മൾ പൊലിപ്പിക്കാൻ വേണ്ടി. ഇത് അതൊന്നും ഞാൻ ആ സ്ക്രീൻ പ്ലേയില് അത് ഉണ്ട്, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളെപ്പോഴും പറയില്ല വേറൊരു നായകന്റെ കഥയല്ല, ഇത് ഒരുപാട് നായകന്മാരുടെ കഥയാണ്. അത് നമ്മൾ സ്ഥിരം സിനിമയിൽ കാണുന്ന ആ ഹീറോസ് മെറ്റീരിയൽ അല്ല. ഇവൻ ഞാനൊരു ഹീറോ മെറ്റീരിയൽ അല്ല, ബട്ട് എന്നെ കാസ്റ്റ് ചെയ്യുന്നത് പോലും അല്ല, ഇങ്ങനെ വേണം, നീ എന്റെ ഹീറോ ആവണം, അല്ല അർജുൻ മിനിജർ നിങ്ങളൊക്കെ ഹീറോസ് ആയിട്ട് വരണമെന്ന് പറഞ്ഞ് ഒരു തോട്ട് പ്രോസസ്സിംഗ് അങ്ങനെ വരുന്നത്. ഉറപ്പായിട്ടും ഈ സിനിമ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതിൽ ഒരുപാട് എലമെന്റ് ഉണ്ട്, അതെല്ലാം ഈ സിനിമയിൽ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഇതൊരിക്കലും ഇതിലൊരു വേറെ യൂണിവേഴ്സിൽ നടക്കുന്ന ഫീല് വരില്ല, നമുക്ക് ചുറ്റും നടക്കുന്ന കഥയാണ്. Okay. Now my question is to all the actors here. അതായത് ആദ്യം തന്നെ we would like to know about your character. എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ? How was your experience dealing with the character? അതുപോലെ തന്നെ on a scale from 0 to 5, how much easy was for you to bring that role on screen? എന്നുള്ളത് കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാമെന്ന്. ആ കൈയ്യടികളോട് ഓക്കെ. ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറഞ്ഞ സിനിമ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നിലേക്ക് വന്നത്. അപ്പൊ പിന്നെ നമ്മൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ടേപ്പ് കിട്ടിയിട്ടുള്ള ഏതൊരാളിനും ഭയങ്കര ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. അപ്പോ അത്തരം അനുഭവം പെൺകുട്ടികൾ മോശമെന്ന് പറഞ്ഞതല്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടേപ്പ് കിട്ടാറുണ്ട്. പക്ഷേ അസ് എ മെൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി എന്ന നിലയിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു ആ ക്യാരക്ടർ. അതിന്റെ അവസ്ഥകൾ കൂടുതലൊന്നും കഥ പറഞ്ഞു പോകില്ലായിരുന്നു, വേണ്ട. ഒറ്റ കാര്യമുണ്ട്, സിനിമയ്ക്കുള്ളൊരു സിനിമയാണ് ഞാൻ. അത് അശ്വിൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരാൾക്കും ഏതൊരു ഏജിലുള്ളവർക്കും വളരെ ഈസി ആയിട്ട് കണക്ട് ആവുന്ന കഥാപാത്രങ്ങളും ഇമോഷൻസും ഓരോ ക്യാരക്ടറിനും അവരവരുടെ ന്യായങ്ങളും ഇമോഷൻസും ഒക്കെ ഉണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ സിനിമ. അപ്പൊ എന്തായാലും കാണുക, ബാക്കി കഴിയുക. എല്ലാവർക്കും നമസ്കാരം. ആദ്യം കാണാനും കുട്ടികൾക്കും ഇത് എൻജോയ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും എന്റെ ഒരു ഹായ് ആദ്യം തന്നെ. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ കഥ പോലെ തന്നെയാണ് ഇതിന്റെ കഥയെന്ന്. പേരിട്ടുള്ള ഏതൊരു പയ്യനും ഈസിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് എന്റെ പേര്. അപ്പൊ ഒരു കാര്യം രണ്ട് കഥയും കേൾപ്പാണെങ്കിലും രണ്ട് രീതിയിലാണ് ദർശിക്കുന്നത് എന്ന് എനിക്ക് എന്തായാലും ഒരേപോലെ രണ്ടിലേക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതെന്താണ് ശരിക്കും. അപ്പൊ ആക്ച്വലി ഞാൻ എന്റെ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിമിന്റെ റൈറ്റ് ഒരു റൊമാൻറ്റിക് ഫിലിമായിരുന്നു ഷോർട്ട് ഫിലിമിൽ. അങ്ങനെയാണ് ഞാൻ സുഹൃത്തുക്കളാവുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആ ഷോർട്ട് ഫിലിമിന് ശേഷം ഞങ്ങളുടെ 7 വർഷം കഴിഞ്ഞിട്ടാണ് റൊമാൻറ്റിക്കിന്റെ സിനിമ എന്ന് പറയുന്ന സ്വപ്നം നടക്കുന്നത്. ആ സ്വപ്നം ഒരുപാട് നടത്തിയപ്പോൾ എന്റെ ഒരു ഭാഗമായി അവിചാരിതമായ ആസിഫയുടെ 2 സുഹൃത്തുക്കളായി വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇതേ സിനിമയിൽ കിട്ടിയ അഭിനയിച്ചു. അശ്വിനി സുഹൃത്തുക്കളെ കഴിയുമ്പോൾ അഭിനയിച്ചു സന്തോഷം. സിനിമ ഇറങ്ങാൻ വേണ്ടി ഞാൻ ശരിക്കും വെയിറ്റിംഗ് ആണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിനിമാകാരൻ തന്നെയാണ് ഞാൻ. കാരണം വല്ലപ്പോഴും വന്നുകൊണ്ടിരുന്ന സിനിമ എപ്പോഴെങ്കിലും ഹിറ്റാവുന്നതാണ് നല്ലൊരു സിനിമാകാരനുള്ള ആഗ്രഹമായിരുന്നു. ഈ ഒരു സിനിമ വഴി ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. എല്ലാവരും കൂടുതൽ ഞങ്ങളെ അറിയാനുള്ള ആഗ്രഹങ്ങൾ അതിലേക്ക് ഇരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സിനിമ കാണാം. ചുമ്മാ കാണണം പ്ലീസ്, അല്ലേ? അപ്പോ ഒരു റൊമാൻറ്റിക് ചിത്രം ഈ മാസം റിലീസിന് ഒരുക്കുകയാണ്. താങ്ക് യു. അല്ലെങ്കിൽ ഒരു സിനിമയിലാണല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു സോങ് കൂടെ പാടാമോ? വേറെ സിനിമയിലെ പാട്ടുകൾ പാടുകയല്ല, അത് ശരിയല്ല. അതുകൊണ്ട് ഇനി നമ്മുടെ സിനിമയിലെ മ്യൂസിക് ഡയറക്ടറാണ് എന്തായാലും ദീപത്തിനോട് ഒഴുകുന്ന ദേഷ്യം പാട്ട് പാടുന്നത്. ആ കാർത്തിക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ കാർത്തിക് പാടുന്ന പാടുന്നത് അശ്വിന്റെ സോങ് ആണ്. അശ്വിനാണ് ആ പാട്ടിൽ അഭിനയിക്കുന്നത്. ആ പാട്ടിന്റെ ഒരു കൂടുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ ഇതിന്റെ ഫുൾ സ്റ്റോറി എനിക്കറിയില്ല. ഞാൻ ചെയ്തിരിക്കുന്ന ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ഇപ്പോഴാണ് മെജോറിറ്റി ആൾക്കാരും ആരും പരിചയപ്പെടുന്നത്. സോ ഇതിനൊരു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, തേപ്പ് കിട്ടിയ ബോയ്സിനെ പറ്റി. ആക്ച്വലി തേപ്പ് ഗേൾസിന് വേണ്ടിയിട്ട് മാത്രമാണ്. സോ എല്ലാവരും നിങ്ങൾ കാണണം, എനിക്ക് ധാരാളമായിട്ട് തേപ്പ് ചെയ്യാൻ പറ്റും. ശേഷം എല്ലാവരും പോയി കാണണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു. അപ്പോ മ്യൂസിക് ഡയറക്ടർ സാറ് ഒരു ഇതേപോലെ സിനിമ ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്യാൻ കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ സിനിമ പാടാനാണ്. മിക്ക സമുദായത്തോട് തൊട്ടിട്ട് അവസാനം അവർ അപ്പോണ്ട് ഒരു ദിവസം പിന്നെ ഇതിന്റെ ചാൻസ് ചെയ്തല്ലേ
നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെയാണ് ചാൻസ് കിട്ടുന്നത്, അതുപോലെ തന്നെ മ്യൂസിക്കിന് ചാൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് സംഭവത്തിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മ്യൂസിക് എന്നുള്ള എലമെന്റ് റോൾ എന്തൊക്കെയാണ് സിനിമയിൽ? പല പല എന്താ പറയുക സംഭവം. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് മ്യൂസിക് കിട്ടുന്നു. ശരിക്കും ടാലൻ്റ് ഒരു കാറ്റഗറി ഒരു ഫോർസാണ് നമ്മൾ വെസ്റ്റേൺ സെറ്റ് ചെയ്തെങ്കിൽ മറ്റു സിനിമകളും അങ്ങനെ പല പല ജോണർ മ്യൂസിക്കാണ് പഠനമോ മറ്റില്ല അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ എല്ലാവരും പറയുകയാണ് ക്യാരക്ടറിനെ കുറിച്ച് സിനിമ മോണിലൊക്കെ ഒരുപാട് ലഭിക്കുന്ന കാര്യം പറയുകയാണ്. അപ്പോൾ ഇതിന്റെ ഡയറക്ടേഴ്സ് അവർ പറയുന്നത് എത്രത്തോളം ശരിയാണെങ്കിൽ എത്രത്തോളം അതിന് ക്ലാരിറ്റി ഉണ്ട് ആ കാര്യത്തിൽ. ഈ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പ് എന്നൊരു വാക്ക്, പക്ഷെ ആ വാക്ക് ഇല്ലാതെ തന്നെ ഇതിനെ എത്രത്തോളം ഗൗരവമായിട്ട് അവതരിപ്പിക്കാം, ഇതിന്റെ ഇമോഷൻസ് എങ്ങനെ കൺവേ ചെയ്യാം. അത് ആ ബോയ്സിന്റെ മാത്രമല്ല, സുവർണ ഉപയോഗിച്ച ഒരു സെക്ഷൻ ഉണ്ട്, ഒരു സ്റ്റോറി ഉണ്ട്. അതില് ഗേൾസ് അനുഭവിക്കുന്ന പ്രശ്നമില്ല നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പല പ്രായക്കാരുടെയും ജെൻഡേഴ്സ്, പിന്നെ മെയിലിന്റെ ആണെങ്കിൽ ഫീമെയിലിന്റെ ആണെങ്കിൽ ഈ ഇമോഷൻസിനെ എങ്ങനെ ഇത് വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളതാണ് സ്ക്രിപ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും കണക്ട് ചെയ്യും. ഇത് കണക്ട് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു മെയിലിന്റെ കഥ ചിലപ്പോൾ കണക്ഷൻ കൂടുതൽ കിട്ടുന്നത് ഫീമെയിലിനായിരിക്കും. ഈ ഫീമെയിലിന്റെ കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കണക്ഷൻ കിട്ടുന്നത് മെയിലിനായിരിക്കും. ജെൻഡർ ഒരു വിഷയമല്ല. പക്ഷെ ഈ ഒരു വാക്ക് ഉപയോഗിക്കാതെ തന്നെ അതിന്റെ സൈക്കോളജി, അതിന്റെ ഇമോഷൻസ് നമ്മുടെ സിനിമയില് കുറച്ചും കൂടി കാര്യഗൗരവമായിട്ട് സെക്കൻഡ് ഹാഫിലൊക്കെ വരുവാണെങ്കിൽ എത്രത്തോളം ചില സമയങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സോഷ്യലി എത്രത്തോളം അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അത് കുറച്ച് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ബാലൻസ്ഡാണ്, ഏതെങ്കിലും പക്ഷം പറയാൻ വേണ്ടിയിട്ടല്ല, ബാലൻസ്ഡാണ്. ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഈ സിനിമയിൽ ലവ് ഉണ്ട്, റിവെഞ്ച് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആരെയും വേദനിപ്പിക്കാനോ ഒന്നുമല്ല. ഈ ഒരു സിനിമ കാണുന്ന ആർക്കെങ്കിലും എവിടെയെങ്കിലും കണക്ഷൻ കിട്ടണം. എന്റെ ലൈഫിലൂടെ പോയ കാര്യങ്ങൾ തന്നെയാണല്ലോ, അപ്പോൾ ഇതെനിക്ക് പറയാമായിരുന്ന കാര്യമായിരുന്നല്ലോ എന്ന് തോന്നിക്കുന്ന പല എലമെന്റ്സും ഉണ്ട് എന്നുള്ളതാണ് കാര്യം. സാറിന്റെ ഈ ഒരു കരിയർ ജേർണി എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ സാർ എങ്ങനെയാണ് കാണുന്നത്? ഹൗ യു ഫീൽ അബൌട്ട് ഇറ്റ്? എന്നോട് ബന്ധമുണ്ട്. അങ്ങനെ ഒരുപാട് പേരോട് എനിക്ക് താങ്ക്സ് പറയാറുണ്ട്. പിന്നെ ഇതിലൊക്കെ ഒരു ഒന്നുമില്ല, ഞാൻ ഇപ്പൊ ഏറ്റവും സന്തോഷമാണെന്ന് പറയുന്നത് കൂട്ടത്തിൽ പോകുമ്പോൾ കുറച്ചു കഴിഞ്ഞെങ്കിലും തിരിച്ചറിയാൻ പറ്റും. എവിടെയോ കണ്ട പോലെ അല്ലെങ്കിൽ ഹലോ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ. ഞങ്ങളുടെ ഒരു സെൽഫി അല്ലെങ്കിൽ നമ്മുടെ മുമ്പുള്ള വാക്കിനെ അതിങ്ങനെ ഭയങ്കര സന്തോഷമാണ്. ഇനി ഒരുപാട് യാത്രകളുണ്ട്, ഒരുപാട് ഓട്ടമുണ്ട്. അപ്പൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ ട്രാൻസ്ഫോർമേഷൻ ഇനിയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഒരുപാട് പോകാനാണ്. അത്രേ ഉള്ളൂ. ഈ ഒരേ സിനിമയിൽ അഭിനയിച്ച ഞങ്ങൾ പരസ്പരം കാണുന്നതാണ്. പലരും പല ഏരിയയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ ഈ ഡയറക്ടറെ കണ്ടിട്ടുള്ളത് ടെൻഷൻ അടിച്ചിട്ടൊക്കെയാണ് പറ്റുന്നത്. അതിനിടയിൽ പുള്ളിയൊക്കെ കോപ്പറേറ്റിച്ചിട്ടുള്ളതൊന്നും പുള്ളിയെ പറയുന്നില്ല. അങ്ങനെ ഇതും പറഞ്ഞതുപോലെ ടെൻഷൻ പിടിച്ച പരിപാടിയാണല്ലോ. പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ഓർമ്മ വരുന്ന കാര്യം, നമ്മളിതിനെ അഭിനയിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ പുതിയ ഒരു ജൂനിയറായിട്ട് വന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ദേഷ്യപ്പെടണം ഭയങ്കരമായിട്ട്. ഒരു ആളോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കണം. അപ്പൊ ഇയാള് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നു, ഭയങ്കര ലൗഡാവും. അപ്പൊ ഇത് ഡ്രാമയിലേക്ക് പോകുന്നു. അപ്പൊ ലൈറ്റ് പോകാൻ പോകുന്നു. ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ടെൻഷനായി
അപ്പം ഞാൻ പോയിട്ട് പുള്ളിനെ ലൗഡ് ആവണ്ട, നമുക്ക് കുറച്ച് പിടിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞത്, പക്ഷെ ശരിയാവുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മര്യാദക്ക് നടന്നില്ലെങ്കിൽ കൊന്നുകളെ. എന്നും നമുക്ക് ദേഷ്യപ്പെടാമല്ലോ, ഇതും ദേഷ്യപ്പെടലാണല്ലോ, ഈ ടോണിലും നമുക്ക് ദേഷ്യപ്പെടാം. അപ്പൊ ഓക്കെ അല്ലേ? ആ ഓക്കെ. അത് ഞാൻ ക്യാമറയുടെ ഓടി വന്നിട്ട് ചേട്ടാ ഓക്കെ അല്ലേ? ഓക്കെ. പെട്ടെന്ന് ക്യാമറ ആക്ഷനൊക്കെ പറഞ്ഞു. പെട്ടെന്ന് പുള്ളി ഒന്ന് നിർത്തി. സാറേ ആ ഡയലോഗ് എങ്ങനെയായിരുന്നു? മര്യാദക്ക് നടന്നില്ലെങ്കിൽ കൊന്നുകളയുന്നു എന്ന് ചോദിച്ചിട്ടാണ് എനിക്കുണ്ട്. ഞാനത് ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. ആൾക്കാർക്ക് കിട്ടി. നമ്മുടെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ നൈറ്റ് പോയി ഷൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പോകും. പക്ഷെ എന്നാലും ഉള്ളിലൊക്കെ ശരിയല്ല നമുക്ക്. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും.